നമ്മളെല്ലാവർക്കും ഉണ്ണിയപ്പം കഴിക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാറുമുണ്ട്. പൊതുവെ എല്ലാവരും സ്വീറ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാറുള്ളതും അല്ലേ? പക്ഷേ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ചിക്കൻ വെച്ചിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ചിക്കൻ ഉണ്ണിയപ്പം എന്താ അല്ലേ? അതിനാവശ്യമായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനൊരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലയും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാട്ടോ ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് ഇതിലേക്ക്, ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ പൊടിയായിട്ട് സൈസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതും കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് നിങ്ങൾക്ക് കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യോ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഒരുപാട് ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ മുങ്ങിക്കിടന്ന് പൊരിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഓരോ കോളത്തിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. എന്തായാലും എല്ലാവരും വെറൈറ്റി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു വെറൈറ്റി നിങ്ങൾ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഇതിനായിട്ട് വാങ്ങിക്കുകയൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് 2-3 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ചുമ്മാ ഇതുപോലെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും മറു സൈഡും കൂടെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടാറുന്നത് വരെ, ചൂടാറിയിട്ട് കഴിക്കാനായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരുവേ. അത് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിൽ നിറച്ചും കേട്ടോ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ടുണ്ട് എനിക്കറിയാം, എന്നാലും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്